അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെക്കാനിസം ഓഫ് അയോൺ ട്രാൻസ്പോർട്ട് അക്രോസ് മെംബ്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സെൽ മെംബ്രെയിൻ, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ഓൾ നോൺ ലിവിംഗ് ഓർഗാനിസം. സെൽ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്. All the cells are surrounded by thin layer of membrane which is known as cell membrane. അപ്പോൾ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ലിവിങ് ഓർഗാനിസം ആയാലും അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിന്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെല്ല്. അപ്പോൾ ഈ സെല്ലിന് അതിന്റെ ഔട്ടർ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡിറ്റി ആൻഡ് ഓൾസോ സെലക്റ്റീവ്ലി പെർമിയബിൾ. ഇതൊക്കെയാണ് ഈ ഒരു സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ. അതായത് സെൽ മെംബ്രെയിനിലൂടെയാണ് അയോൺസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. സെല്ലിന്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ സെല്ലിന്റെ പുറത്തേക്കും അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത് ഈ ഒരു സെൽ മെംബ്രെയിനിലൂടെയാണ്. Naegeli and Kramer in 1855, the structure seen under the light microscope in the cell membrane. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയത് സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഐഡന്റിഫൈ ചെയ്തത് നെഗലി ആൻഡ് ക്രാമർ ആണ് 1855. Cell membrane is the fluid layer around the cell of living thing and it is sometimes are called plasma membrane. Membrane define the external boundaries of the cell. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്ലാസ്മ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിനെ നമുക്ക് വിളിക്കാം. സെല്ലിന്റെ ഒരു എക്സ്റ്റേണൽ ബൗണ്ടറി ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം അയോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത് സെൽ മെംബ്രെയിനിലൂടെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെൽ മെംബ്രെയിനിൽ ഉള്ള കുറച്ച് കമ്പോണൻസ് ആണ് കൊളസ്ട്രോൾ ആൻഡ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ, ഗ്ലിസറോൾ. ഇതൊക്കെ നമ്മുടെ സെൽ മെംബ്രെയിനിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് ആണ്. പ്രോട്ടീനും ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ ഈ പ്രോട്ടീനിലൂടെയാണ് ഈ നമ്മുടെ അയോൺസിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ ട്രാൻസ്ഫർ ഇൻ ടു ദ സെൽ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ നടക്കുന്നത്. അപ്പോൾ കരിയർ പ്രോട്ടീൻ ഇതിനെ പറയും, ഇതിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആ ഒരു പാർട്ടാണ്. ഇതാണ് നമ്മുടെ കരിയർ പ്രോട്ടീൻ. ഇതിലൂടെയാണ് സെല്ലിലേക്കും ഇൻ ടു ദ സെൽ ആൻഡ് ഔട്ട് ഓഫ് ദ സെല്ല് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഈ ഒരു ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. അതില് നമ്മുടെ പ്രോട്ടീൻസ് ഇങ്ങനെ എംബഡഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. Only small unchanged molecule can diffuse freely through phospholipid bilayer. Some small non-polar molecules such as oxygen, carbon dioxide are soluble in lipid bilayer. Therefore, can readily small unchanged polar molecule. അതായത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മോളിക്യൂൾസിനെയും അതുപോലെ തന്നെ അയോൺസ് ആയ സോഡിയം, പൊട്ടാസ്യം അയോൺസും ഒക്കെ തന്നെ നമ്മുടെ സെല്ലിനുള്ളിലേക്കും പുറത്തേക്കൊക്കെ കടക്കാൻ സഹായിക്കുന്നത് ഈ ഒരു കരിയർ പ്രോട്ടീൻ ആണ്. പക്ഷേ എല്ലാ അയോൺസിനും മോളിക്യൂൾസിനും ഇത് കടത്തിവിടില്ല. സെലക്റ്റീവ്ലി പെർമിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവ്ലി മാത്രമേ അതിനെ പെർമിബിൾ ആക്കുള്ളൂ. ഫോറിൻ സബ്സ്റ്റൻസ് അതുപോലെ തന്നെ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ അതിനെ അതവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് കടക്കാൻ വിടില്ല. ഇനി അടുത്തത് പെർമിബിലിറ്റി ഓഫ് പ്രോട്ടീൻ.
Channel proteins. Channel proteins are ion selective. They contain a pore which solute pass at a high flux when the channel is open. They transport solute down their concentration gradient. Channel mediated transport is always passive. ഈ പ്രോട്ടീനിലൂടെയാണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അയോൺസിന്റെയും മോളിക്യൂൾസിന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. പ്രോട്ടീൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ചാനൽ പ്രോട്ടീൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കരിയർ പ്രോട്ടീൻ. അപ്പോൾ ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അയോൺ സെലക്റ്റീവ് ആണ്. അതില് എന്തുണ്ട്, സ്മോൾ പോർസ് ഉണ്ട്. ആ പോർസിലൂടെയാണ് സൊല്യൂട്ടിന് പാസ് ചെയ്യാൻ പറ്റുന്നത്. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസിന് കണക്കായിട്ടാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക്. പിന്നെ എന്താണ് ചാനൽ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പാസീവ് ആണ്. അതായത് പാസീവ് മീൻസ് അവിടെ എനർജീന്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ മൂവ്മെന്റ് നടക്കും. അയോൺസിന്റെയോ മോളിക്യൂൾസിന്റെയോ മൂവ്മെന്റ് ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് മൂവ്മെന്റ് നടക്കും. അവിടെ ATPന്റെയോ എനർജിന്റെയോ ഒന്നും തന്നെ അവിടെ ആവശ്യമില്ല. സോ അതാണ് ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അയോൺ സെലക്റ്റീവ് ആണ്. അത് ഓർമ്മിച്ച് വെക്കണം. ഇനി അടുത്തത് കരിയർ പ്രോട്ടീൻ ആണ്. കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് ആക്റ്റീവ് ആവാം അല്ലെ പാസീവ് ആവാം. കരിയർ പ്രോട്ടീൻസ് ക്യാൻ ബി യൂണിപോർട്ടേഴ്സ് ഓർ കോ ട്രാൻസ്പോർട്ടേഴ്സ്. അപ്പൊ എന്താണ് ഈ കരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്? അത് ആക്റ്റീവ് ആവാ പാസീവ് ആവാ. ആക്റ്റീവ് എന്ന് വെച്ചാല് ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ എന്ന് വെച്ചാല് അവിടെ അയൺസിന്റെയോ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെയോ ഒക്കെ മൂവ്മെന്റ് നടക്കുന്നത് എനർജി അല്ലെങ്കിൽ ATPന്റെ സാന്നിധ്യത്തിലായിരിക്കും. അതായത് അത് ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലുള്ള മൂവ്മെന്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റിൽ ATPന്റെ ആവശ്യമുണ്ട്. അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂണിപോർട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സിംപോർട്ട് ആൻഡ് ദ തേർഡ് വൺ ഈസ് ആന്റിപോർട്ട്. ഈ യൂണിപോർട്ട് എന്ന് വെച്ചാല് നമ്മുടെ സെൽ മെംബ്രെയിനിലൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതായത് ഒരു സിംഗിൾ സൊല്യൂട്ടിന്റെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ. ഇതാണ് യൂണിപോർട്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സിംഗിൾ സൊല്യൂട്ട് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്. ഒരു സിംഗിൾ സൊല്യൂട്ടിന്റെയാണ് മൂവ്മെന്റ് നടക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സിംപോർട്ട്. സിംപോർട്ട് എന്ന് വെച്ചാല് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ടു ഡിഫറെന്റ് സൊല്യൂട്ട് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്. ഇതും വൺ സൈഡിൽ നിന്ന് അതർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ്. പക്ഷേങ്കിൽ എന്താണ് ടു ഡിഫറെന്റ് സൊല്യൂട്ട്സ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഈസ് ആന്റിപോർട്ട്. ആന്റിപോർട്ട് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ബോത്ത് ഡിഫറെന്റ് സൊല്യൂട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ആന്റിപോർട്ട് എന്ന് വെച്ചാൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് നടക്കുന്നത്. അതായത് ഒരു സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ മറ്റേ സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കും. ഇതാണ് ആന്റിപോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് യൂണിപോർട്ട് എന്ന് വെച്ചാല് ഒരു സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ്മെന്റ് നടക്കുള്ളൂ. സിംപോർട്ട് എന്ന് വെച്ചാൽ രണ്ട് സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ. രണ്ട് സൊല്യൂട്ടിന്റെയും വൺ ഡയറക്ഷനിലേക്ക് മാത്രം മൂവ്മെന്റ് ഉണ്ടാവും. ആന്റിപോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാ മൂവ്മെന്റ് ഉണ്ടാവുക. ഒരു സൊല്യൂട്ടിന്റെ മൂവ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. അതിൽ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് പ്രൈമറി ട്രാൻസ്പോർട്ടും സെക്കൻഡറി ട്രാൻസ്പോർട്ടും. ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ATP ആൻഡ് എനർജി ഡിപ്പെൻഡഡ് ആണ്, ഫാസ്റ്റ് പ്രോസസ് ആണ്, ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലാണ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്, എഫക്റ്റഡ് ബൈ ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ.
അപ്പൊ എന്താണ് ഇതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്. ATPയും എനർജിയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് പ്രോസസ്സാണ്. ലോ കോൺസെൻട്രേഷൻ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഓൾസോ ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ ആണ് അത് എഫക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് എനർജി is derived directly from breakdown of ATP. അപ്പോൾ ഡയറക്ട്ലി ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സോഡിയം പൊട്ടാസ്യം അയോൺസിന്റെ ട്രാൻസ്പോർട്ട് ആണ്. ഇനി സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കപ്പിൾഡ് ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ നടക്കുന്നത്. ഡിഫറെന്റ് സൊല്യൂട്ട് ഉണ്ടാകും. അതായത് ഇവിടെ കപ്പിൾഡ് ട്രാൻസ്പോർട്ട് നടക്കും. ഇറ്റ് ഒക്കേഴ്സ് വെൻ അപ്പിൽ ട്രാൻസ്പോർട്ട് ഓഫ് വൺ സൊല്യൂട്ട് ഈസ് കപ്പിൾഡ് വിത്ത് ഹെക്സഗോണിക് ഫ്ലോ ഓഫ് എ ഡിഫറെന്റ് സൊല്യൂട്ട് ഉണ്ടാകും. അപ്പൊ ഒന്ന് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും മറ്റേ സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഒരു കപ്പിൾഡ് ട്രാൻസ്പോർട്ട് ആയിരിക്കും ഉണ്ടാവുക. കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം അയോണിന്റെയും ഗ്ലൂക്കോസിന്റെയും മൂവ്മെന്റ് ആണ് പറയുന്നത്. വിച്ച് അലൗസ് സോഡിയം ആൻഡ് ഗ്ലൂക്കോസ് ടു എൻ്റർ ദ സെല്ല്. അത് ഒരു സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? എനർജി ആൻഡ് ATP അതിന് ആവശ്യമില്ല. സ്ലോവർ ഓർ കമ്പയർ ടു ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആൻഡ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, നോട്ട് എഫക്റ്റഡ് ബൈ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ച് വെക്കണം. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ATP എനർജിയോ യൂസ് ചെയ്യാത്ത ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇവിടെ എങ്ങനെയാണ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്? ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് നടക്കും. അവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് എനർജിയോ അല്ലെങ്കിൽ ATP ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നേ ഇല്ല. അടുത്തത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാല് cell membranes are composed of phospholipid bilayer with interspersed protein, and this protein helps to move larger molecule and ion across the membrane. So simple diffusion എന്ന് വെച്ചാല് നോർമൽ ആയിട്ടുള്ള ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് ഹൈ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ഇവിടെ എന്താണ് മോളിക്യൂൾസിന്റെ എണ്ണം ഇവിടെ വളരെ കുറവാന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെ എങ്ങനെയാ മൂവ്മെന്റ് നടക്കുന്നത്? ഈ ഹൈ കോൺസെൻട്രേഷന് ലോ കോൺസെൻട്രേഷനിലേക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഈ ഒരു അയൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് എല്ലാ മോളിക്യൂൾസിന്റെയും ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടാകും. സോ ഇതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ഡിഫ്യൂഷനിൽ ATPന്റെയോ എനർജിന്റെയോ ആവശ്യം വരുന്നില്ല. ഇനി അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് അയോൺ ചാനൽസ്, ഓൾസോ കോൾഡ് കരിയർ മീഡിയേറ്റഡ് ഓസ്മോസിസ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. സോ ഇതും എന്ത് തന്നെയാണ്? ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലാണ്. ഇത് നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഒരു അയോൺ ചാനൽ ഉണ്ട്. ആ അയോൺ ചാനലിലൂടെ സോഡിയം അയോൺസിന്റെ മൂവ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഔട്ട്സൈഡ് ദ സെല്ല് സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ്. ഇൻസൈഡ് ദ സെല്ല് കോൺസെൻട്രേഷൻ ലോ ആണ്. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് സോഡിയം അയോണ് മൂവ് ചെയ്യുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു അയോൺ സെലക്റ്റീവ് ആയിട്ടുള്ളതാണ്. എല്ലാ അയോൺസിനെയും മോളിക്യൂൾസിനെയും ഇത് കടത്തിവിടില്ല. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്.
ലാർജർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് കാണ്ട് ക്രോസ് ദ മെംബ്രെയിൻ ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ഈ സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ ലാർജർ അയോൺസിനോ മോളിക്യൂൾസിനോ പാസ് ചെയ്യാൻ പറ്റൂല. സൈസ് മാറ്റേർഡ് ആണ്. Some membrane protein called ion channel provide a pore for a specific type of ion to pass from one side of cell membrane to other. അതായത് ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീൻ ആണ്, കരിയർ പ്രോട്ടീൻ ആണ് ഈ ഒരു പാത്ത് ആയിട്ട് അവര് ആക്ട് ചെയ്യുന്നത്. അയോൺസിന്റെയും മോളിക്യൂൾസിനെയും കടത്തിവിടാനുള്ള ഒരു പാത്താണ്. അപ്പോ ഈ ഒരു പ്രോട്ടീനിൽ എന്തുണ്ട്? സ്മോൾ പോർസ് ഉണ്ട്. ഈ പോർസ് ആണ് ഈ അയോൺസിനെ കടത്തിവിടാൻ സഹായിക്കുന്നത്. This passive transport and which requires non-expenditure of energy, and it is an example of facilitated diffusion. സോ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഓറഞ്ച് കളറിലുള്ളത് പ്രോട്ടീൻ ആണ്. അപ്പോ ഈ പുറത്തുള്ള ആ ഒരു മോളിക്യൂളിനെ ഇത് സ്വീകരിച്ചിട്ട് ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് അത് കടത്തിവിടുക ചെയ്യുന്നത്. ആ ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് സെല്ലിന്റെ ഉള്ളിലേക്ക് അതിനെ പാസ് ചെയ്യിക്കുന്നതാണ് സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത്. The next one is osmosis diffusion. Water moves across a semi-permeable membrane from an area of high water concentration to an area of low water concentration. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു ബീക്കറിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു സെലക്റ്റീവ്ലി ഒരു പെർമിബിൾ മെംബ്രെയിൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇതൊരു ബീക്കറിൽ ഇവിടെ ഒരു സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട്. അപ്പോ ഈ മെംബ്രെയിനിന്റെ ഈ ഒരു ഭാഗത്ത് എന്താണ്? ഈ ഒരു ഭാഗത്ത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ് ഹൈ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോ ഇത് സെമി പെർമിബിൾ ആണ്. അപ്പൊ വാട്ടറിന്റെ മൂവ്മെന്റ് ഈ ഹൈ കോൺസെൻട്രേഷന് ലോ കോൺസെൻട്രേഷനിലേക്ക് ഉണ്ടാകും. അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. വാട്ടർ മൂവ്സ് അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഫ്രം എൻ ഏരിയ ഓഫ് ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ ടു ഏരിയ ഓഫ് ലോ വാട്ടർ കോൺസെൻട്രേഷൻ. അപ്പോ വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് നമ്മുടെ ഓസ്മോസിസിൽ പറയുന്നത്. വാട്ടർ ഹൈ കോൺസെൻട്രേഷന് ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഓസ്മോസിസ് ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇനി അടുത്ത പാർട്ടാണ് എൻഡോസൈറ്റോസിസ് എന്താണ്, അതുപോലെ തന്നെ എക്സോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്ന് വെച്ചാല് it is the injection of plasma membrane of food particles or large particles of foreign substance into the cell. അതായത് നമ്മുടെ സെല്ലിലേക്ക് ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലാർജ് പാർട്ടിക്കിൾസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ, അതിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ആൻഡ് എക്സോസൈറ്റോസിസ് മീൻസ് it is the method which the object inside the cell are taken out by the action of excretory or secretory substances. അതായത് എക്സോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത്. സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പാർട്ടിക്കിൾസിനെയോ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾ, ലാർജ് മോളിക്യൂൾസ്, അയോൺസിനെയോ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് അതിനെ ടേക്കൺ ഔട്ട് ചെയ്യുന്നതാണ് എക്സോസൈറ്റോസിസ്. Functions helps in electrocytosis, transport and selective permeability, forming cell boundary and protecting cell protoplasm. So ഇതൊക്കെയാണ് ഈ ഒരു എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സില് അയോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയൊക്കെ നടക്കുന്നതാണ് പഠിച്ചത്. അപ്പോ സെൽ എന്താണെന്ന് പഠിച്ചു. സെല്ലിന്റെ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, അതിനെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് പ്രോട്ടീൻ.
ഈ പ്രോട്ടീനിലൂടെയാണ് അയോൺസിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നടക്കാം? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കാം, പാസീവ് ആയിട്ട് ട്രാൻസ്പോർട്ട് നടക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ATP അല്ലെങ്കിൽ എനർജി ആവശ്യമുണ്ട്. അത് ലോ കോൺസെൻട്രേഷൻ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്കാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ATPന്റെ ഒന്നും ആവശ്യമില്ല, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് നടക്കും. അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഒരു സിമ്പിൾ പാർട്ടാണിത്. എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്ന് ഈ ഭാഗത്ത് പഠിച്ചാൽ മതി. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്, പാസീവ് ട്രാൻസ്പോർട്ട് എന്താണ്, ഈ ഒരു കുറച്ച് ടേംസ് ഉണ്ട്, അതിന്റെ എക്സാമ്പിൾസും അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.